ഒരേ കടലിലേക്ക് വരികയാണെങ്കിൽ ഈ ഫിസിക്കൽ ഇന്റിമസി എസ്തെറ്റിക്കലി ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ബാലൻസ് ആണ്. ഉം. അത് റെസ്പെക്ട്ഫുള്ളും ആയിരിക്കണം, ആർട്ടിസ്റ്റിനോട് റെസ്പെക്ട്ഫുൾ ആയിരിക്കണം, നമുക്ക് കാണുമ്പോൾ ആ ഇമോഷൻ കിട്ടും വേണം. അത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഉം. ഒന്ന് ആ ഒരു ബാലൻസ് അങ്ങോട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അർത്ഥം മൊത്തം മാറിപ്പോകും. ഉം. ഒരേ കടൽ അങ്ങനത്തെ ഒരു സബ്ജക്റ്റുമാണ്, ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഉം. അപ്പൊ അതിനകത്ത് ഈ മമ്മൂക്കയുടെ നെഞ്ചിൽ മീര ജാസ്മിൻ കടിക്കുന്ന ഒരു രംഗമുണ്ട്. ഉം. ഇത് നമുക്ക് ആ മൊത്തം ആ പടത്തിന്റെ എസൻസും ഇമോഷനും ആ ലെസ്റ്റും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഷോട്ടാണ്. ഈ ആ ഒരു അങ്ങനത്തെ സീൻസിലൊക്കെ വരുമ്പോഴുള്ള പ്രിപ്പറേഷൻ, അതിൽ കൊടുക്കേണ്ട നറേറ്റീവ്, എത്രമാത്രം ഡിസ്കഷൻ പോയിരുന്നു ആർട്ടിസ്റ്റും ശ്യാമപ്രസാദും സാറും തമ്മിൽ? ശ്യാം പ്രസാദ് ആക്ച്വലി അൺഡൗട്ടഡ്ലി ഭയങ്കര ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർ ഫോർ ആക്ടേഴ്സ് ഡയറക്ടറാണ്. പുള്ളിക്ക് എന്താ സ്ക്രിപ്റ്റിൽ വേണോ അത് തന്നെ പുള്ളിക്ക് നറേറ്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് വിത്തൗട്ട് എനി കമ്മ്യൂണിക്കേഷൻ ഈ ക്യാൻ നറേറ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീഡം ഓഫ് സിനിമാറ്റോഗ്രാഫേഴ്സ് ഭയങ്കര ഫ്രീഡം കിട്ടുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ട്രൈ ചെയ്യാമല്ലോ എന്ന് ചോദിച്ചാൽ യു ട്രൈ, വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, യു ട്രൈ. ആ ട്രൈയിങ് ആയിരിക്കും പിന്നെ ഇംപ്രൂവൈസേഷനിൽ സക്സസ് ആകും. അപ്പം മോസ്റ്റ്ലി നമ്മൾ ഒരേ ഒരു സെറ്റിലാണ് അത് മൊത്തം. ഇന്റീരിയർ ആണല്ലോ, ഇന്റീരിയർ അൺഫിനിഷ്ഡ് ഫ്ലാറ്റ് ആയിരുന്നു, ഓപ്പൺ ഫ്ലാറ്റ് ആയിരുന്നു, അൺഫിനിഷ്ഡ് ആണ്. ആ ഫ്ലാറ്റ് അങ്ങനെ കേസായിട്ട് അങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അതിൽ 10ാമത്തെ നിലയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിലൊന്ന് ഇതൊന്നുമില്ല, പാർട്ടീഷൻ ഒന്നുമില്ല. അപ്പോൾ സെറ്റ് വെച്ച് പ്ലൈവുഡ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് പാർട്ടീഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഡയറക്ടർ അന്ന് മുത്തുരാജ് ഒരാളെ ഞാൻ അവിടെ വിളിച്ചു. പക്ഷെ പുള്ളി ഫ്രീ അല്ലാതെ നിന്ന് ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം, ഡോണ്ട് വറി. അങ്ങനെ കളർ സെലക്ട് ചെയ്തിരുന്ന് പിന്നെ അവിടെ പോയി ഷൂട്ടിങ്ങിന് 2 ദിവസം മുമ്പ് അവിടെ പോയി ഇരുന്നു. ആ ഫ്ലാറ്റിൽ എങ്ങനെയൊക്കെ സൺലൈറ്റ് വരുന്നു, സോഴ്സ് ലൈറ്റ് എങ്ങനെയൊക്കെ വരുന്നു, ആഫ്റ്റർനൂൺ എങ്ങനെ വരുന്നത്, അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആകുമ്പോൾ സൺസെറ്റ്, മോർണിംഗ് ഇപ്പം ഒരു 7 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞ് വൈകിട്ട് ഒരു 6:30 മണി വരെ സൺലൈറ്റ് എങ്ങനെ ക്യാപ്ചർ ചെയ്ത് നോക്കി. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി വെച്ചാണ് ആ ലൈറ്റപ്പ് ചെയ്തത്. അതേ ഇല്ല, ലൈറ്റപ്പ് ചെയ്തു. നമ്മൾ അത് വെച്ചാൽ മാച്ച് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കളർ മാച്ചിങ് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് നമ്മളൊരു സൈഡ് എലിമെൻ്റായിട്ട് സപ്പോർട്ടിങ് ഇതായിട്ട് ലൈറ്റിംഗ് ആയിട്ട് വെച്ചിട്ട് അത് ഡിഫ്യൂസ് ചെയ്തിട്ട് അതേ ഔട്ട്ഡോറിൽ നിന്ന് എത്ര ലൈറ്റ് അകത്ത് വരുന്നോ ആ ലൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ടഫായിരുന്നു. പക്ഷേ 28 ഡേയ്സ് ഒരേ ഇതിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് മമ്മൂക്ക പറഞ്ഞത്, നിങ്ങൾക്ക് ആർക്കും ബോറടിക്കുന്നില്ലേ? കാരണം നമ്മൾ ഇവിടെ ക്യാമറ വയ്ക്കുന്നു, അവിടെ വയ്ക്കുന്നു, ലെൻസ് മാറ്റുന്നു. അപ്പം ലെൻസ് എനിക്ക് ഒരുപാട് സഹായിച്ച ഒരു പടമാണ്. ആ ലെൻസ് മാറ്റിയ സെറ്റിൻ്റെ ക്യാരക്ടർ മാറും, ആംഗിൾ മാറുമ്പോൾ സെറ്റിൻ്റെ ക്യാരക്ടർ മാറും, ലൈറ്റിങ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ സെറ്റിൻ്റെ നമ്മുടെ ആക്ച്വൽ സെറ്റ് എന്ന് പറയുന്നത് റിയൽ ലൊക്കേഷൻ പോലെ ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ക്യാരക്ടർ തന്നെ നമ്മുടെ മനുഷ്യൻ്റെ ക്യാരക്ടർ മാറുന്ന പോലെ ആ വീടിൻ്റെ ഒരു ക്യാരക്ടർ മാറുന്നു. അങ്ങനെയാണ് നമ്മൾ ഓരോ സീനക്ക് വേണ്ടിയ മൂഡ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം മമ്മൂക്കയുടെ അതിലത്തെ ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ സമയം 2005 to 2010 മമ്മൂക്ക ഇപ്പത്തെ ഈ എക്സ്പെരിമെന്റൽ ഫേസിലല്ല, കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ സിനിമകളൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഒരേ കടലിൽ വരുന്നത്. ഈ ഒരേ കടലിൽ ഫസ്റ്റ് ഹാഫിന് മൊത്തം ഈ മീര ജാസ്മിനെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് നോട്ടങ്ങളുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ടാണല്ലോ, അതായത് അദ്ദേഹത്തിന്റെ ഒരു ഫിസിക്കൽ ആഗ്രഹങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരോടുള്ള ശരിക്കുള്ള പ്രണയം തുടങ്ങുന്നത്. അതിന് മുമ്പ് ഓരോ തവണ ഇവർ വരുമ്പോഴും ഞാനൊരു പൂർണ്ണമായ ഗർഭിണിയെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂക്കയുടെ മുഖത്ത് വരുന്ന ഒരു ഭാവമുണ്ട്, കണ്ണിൽ വരുന്ന ഒരു സ്പാർക്ക് ഉണ്ട് ആ ലേഡിയെ കാണിക്കുമ്പോൾ. ഇത് ഒരു പക്ഷെ ഡയറക്ടറിന് മുമ്പ് തന്നെ ആ ഫ്രെയിമിൽ കണ്ട ആള് സാറായിരിക്കും. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ട്, ഇനിയും ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു മൊമെന്റ് ആയിരുന്നു ആ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി ഈ പടം എവിടെയെങ്കിലും നാഷണൽ ലെവലിൽ എത്തിക്കും എന്നുള്ളൊരു ഓരോരോ ഫ്രെയിം ഷൂട്ട് ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ എക്സ്പ്രഷൻസും കൗണ്ടർ പാർട്ട് മീര ജസ്മീനാണ് ഞാൻ ഭയങ്കര പേടിച്ചത്. കാരണം മീര ജസ്മീൻ്റെ ഫസ്റ്റ് ഫിലിം തൊട്ട് ഞാനാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ തുടക്കത്തിൽ ഫിലിമിൽ വരും മുമ്പ് തന്നെ ഒരു ആഡ് ഫിലിമിലാണ് ബ്ലസ്സി കൊണ്ടുവന്ന് കാണിക്കുക, ഒരു കൊച്ചു കുട്ടി. അപ്പോൾ ടെസ്റ്റ് എടുത്ത് നോക്കിയപ്പം ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് സൂത്രധരൻ, എല്ലാ പടങ്ങളും അച്ഛൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഒരേ കടലിൽ വന്നപ്പം ഈ മമ്മൂക്ക കണ്ടിട്ട് പേടിച്ചിട്ട് ആക്റ്റീവോ എന്നൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്യാം പ്രസാദ് പറഞ്ഞ അത് അങ്ങനെ അല്ല, ക്യാരക്ടറിൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അതുപോലെ പടം തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞ മീര മൊത്തം ഇൻ ടു ദ ക്യാരക്ടർ. പുള്ളിക്കാരി വേറൊരു പെണ്ണായിട്ട് അവിടെ മാറി. അപ്പോൾ നമ്മൾ കാണുന്ന ഇതുവരെ പരിചയപ്പെട്ട മീര അല്ല സെറ്റിൽ വരുമ്പോൾ. അവിടെ വെച്ച് ലഞ്ച് ബ്രേക്കിൽ തമാശ പറയും, എല്ലാം കറക്റ്റാണ്. ലൈറ്റ്സ് ആൺ കഴിഞ്ഞാൽ ഷീ ചേഞ്ചസ് ഹർ ഫേസ്.
അതെന്നെ മമ്മൂക്കാവും പറ്റി. മമ്മൂക്കാവും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഈ ഭയങ്കര ഏജ് വ്യത്യാസം മാത്രമല്ല, എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവൾ പേടിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ഒരു പേടിയില്ല. അത്ര ബോൾഡായിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്കത് സിനിമാറ്റോഗ്രാഫിയിലും അത് ബിൽഡ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ഉപയോഗിച്ച ആംഗിൾസൊക്കെ ഒന്നുകൂടെ റീകളക്ട് ചെയ്യുകയാണെങ്കിൽ കൺവെൻഷനില്ല, കൺവെൻഷൻ മൊത്തം ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പം അത് ഒരു സക്സസ്ഫുള്ളായിട്ട് ഞങ്ങളെ സംഭവിച്ചെല്ലാം. ബിക്കോസ് അത് ഫെസ്റ്റിവൽ ഇൻ്റർനാഷണൽ ഓപ്പണിംഗ് ഫിലിമായിട്ട് കിട്ടിയപ്പോഴാണ് ഗോവയിലെ അതിൻ്റെ അപ്രിഷിയേഷൻ കിട്ടിയപ്പോഴാണ് എനിക്കത് മനസ്സിലായി. ഓക്കെ, വി ആർ ഓക്കെ. ചില ഷോട്ടുകളൊക്കെ നമ്മൾ വെറുതെ എടുത്തു വെച്ച ഷോട്ടുകളൊക്കെ പടത്തിൽ ഒരുപാട് സംസാരിക്കാൻ പറ്റി. അത് ഞങ്ങൾ കൊച്ചിയിലെ, ഫോർ എക്സാമ്പിൾ കൊച്ചിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കുറേ ട്രാഫിക് ഷോട്ട് എടുക്കണമായിരുന്നു. അതിന് വേണ്ടി പോയപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരു ബിൽഡിംഗ് ഇരിക്കുക. അപ്പോൾ എനിക്ക് എന്തോ ആ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശ്യാമെടുത്ത് പറഞ്ഞു, നമ്മുടെ അടുത്ത് ക്രെയിനുണ്ട്, ഇതിൻ്റെ 2-3 ഷോട്ട് എടുത്ത് വെക്കട്ടെ എന്ന് ചോദിച്ചു. ശ്യാം പ്രസാദ് പറഞ്ഞു, ഓക്കെ, ആർട്ടിസ്റ്റ് പറയാൻ സമയമുണ്ടല്ലോ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഓക്കെ. ഞാൻ അത് ക്രെയിൻ അപ്പ്, ക്രെയിൻ ഡൗൺ, പല 3-4 ആംഗിളിൽ എം ടി ബിൽഡിംഗ് എടുത്ത് ആ എം ടി ബിൽഡിംഗ് പുള്ളി ഉപയോഗിച്ച രീതി, ആ ഭയങ്കര ക്ലാപ്സ് കിട്ടിയത് അത് ഫെസ്റ്റിവലിൽ വന്നപ്പോൾ. പക്ഷെ അത് യൂസ് ചെയ്യാൻ ഡയറക്ടേഴ്സ് വന്നിട്ട് ചില ഷോട്ടുകൾ യൂസ് ചെയ്യാൻ ഒരു നോളജ് വേണം. അത് യൂസ് ചെയ്യുമ്പോഴാണ് സിനിമാറ്റോഗ്രാഫർക്ക് ഞാനെന്തോ പർപ്പസായിട്ട് ഇൻറ്റൻഷനായിട്ട് എടുത്തതുപോലെയാണ് എല്ലാവർക്കും തോന്നി. പ്ലേസ്മെന്റ് കറക്റ്റായി. പ്ലേസ്മെന്റ് കറക്റ്റ്. ഇനി ചോക്ലേറ്റിലേക്ക് വരാം. ഇപ്പത്തേക്ക് ഭാഷ പറയുകയാണെങ്കിൽ വൈബ് പടം. കുറെ പെൺകുട്ടികളുള്ള ഒരു കോളേജിലേക്ക് ഒരു ആൺകുട്ടി മാത്രം വന്നാലുള്ള ഒരു അവസ്ഥയാണ് പടം. ആൻഡ് വൺ ഓഫ് ദ ഐക്കോണിക് യൂത്ത്ഫുൾ എൻട്രീസ് ഓഫ് സ്റ്റാർ, അതായത് ആ ബുള്ളറ്റില് പൃഥ്വിരാജ് ഇങ്ങനെ വരുന്ന അങ്ങനെ ട്രാക്കിംഗ് ഷോട്ട് ആണല്ലോ, അത്രയധികം പെൺകുട്ടികളുടെ ഇടയിൽ കൂടി ഇങ്ങനെ വരികയാണ്. അതിനു മുമ്പ് അങ്ങനത്തെ ഷോട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു ആ സീൻ മൊത്തം ഫ്രെയിം ചെയ്യുമ്പോൾ, ആ ഷോട്ട് എടുക്കുമ്പോൾ ആ എനർജി, ആ ഇൻട്രോ ഷൂട്ട് ചെയ്തത് എങ്ങനെയാ, ഓർമ്മയുണ്ടോ? ഇൻട്രോ ഭയങ്കര ഓർമ്മയുണ്ട്. മനോരമ പത്രത്തിലെയും അത് പറ്റി ഒരു റൈറ്റപ്പ് വന്നായിരുന്നു. അതായത് ഇൻട്രോ എടുക്കുമ്പോൾ അത് ഞാൻ ഒന്ന് കൺസീവ് ചെയ്ത് ഈ ഒരു ഷോട്ട് ഇങ്ങനെ കിട്ടിയാൽ കൊള്ളാന്ന്. അപ്പോൾ ഷാഫിയുടെ പോയി പറഞ്ഞു, ഷാഫി ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഹോർഡിങ്സ് ഉണ്ട്, അത് കാല് വെച്ച് അടിക്കുക. പൃഥ്വിരാജ് ഇവിടെ ബൈക്ക് മുന്നോട്ട് വരുന്ന ലെഫ്റ്റ് സൈഡിൽ ഒരു ഹോർഡിംഗ് ഉണ്ട്, അത് ലെഫ്റ്റ് കാല് വെച്ച് അടിക്കുക. മൂന്നാമതൊരു ഹോർഡിങ് അടിച്ചിട്ട് പുള്ളി ഇങ്ങനെ കറങ്ങി 180 ഡിഗ്രിയിൽ കറങ്ങി ഇറങ്ങുന്നതാണ്. പിന്നെ ക്ലോസപ്പ് നമ്മൾ ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കാം. ഷാഫി ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. അറപ്പണ്ണ, എൻ്റെ ആക്ടർ ഫുൾ പടം ചെയ്യാനുണ്ട്, ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന്. ഞാൻ പറഞ്ഞ് പറ്റുമെന്ന് പറഞ്ഞാൽ ഇല്ല, വളരെ റിസ്ക് അല്ലേ, നമ്മൾ സ്റ്റണ്ട് മാസ്റ്ററെ വിളിച്ചില്ല. 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ അസിസ്റ്റൻസ് പറഞ്ഞു, എടാ ഇത് എൻ്റെ മൊബൈലിൽ വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അസിസ്റ്റൻറ്റ് കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പോയി ബൈക്ക് എടുത്തിട്ട് 3 ഹോർഡിങ് ആ ഡയറക്ടർ പറഞ്ഞ് സെറ്റ് ചെയ്ത് ഞാൻ അത് ഓട്ടിച്ച് റൈറ്റിലടിച്ചു, ലെഫ്റ്റിലടിച്ചു, തിരിച്ചൊന്ന് എടുത്തിട്ട് എല്ലാം ക്ലാപ്സ് അടിച്ചു. അവിടെ നിന്ന ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാവരും. അപ്പം ഞാനത് എങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് ഹാസ് കം. അതെടുത്ത് ഞാൻ ഷാപ്പിട്ടോ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തല്ലോ ഇത് കണ്ടതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇത് പൃഥ്വിരാജ് ചെയ്യുമെന്ന് അറിയില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ഈസ് ടു യങ്, ചെയ്യാൻ പറ്റും. അപ്പോൾ രാജു വന്നു. രാജു വന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പോൾ രാജു പറഞ്ഞു ഈ കാലെടുത്ത് അടിക്കണോ ഹോർഡിങ്സ്, അപ്പോൾ ലെഫ്റ്റ് അടിക്കണോ റൈറ്റ് അടിക്കണോ, ഇത് ഇങ്ങനെ പോസിബിൾ എന്നൊക്കെ ഒന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ അസിസ്റ്റൻ്റ് ഇത് സെർച്ച് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്ക് ചെയ്തേ പറ്റൂ. അതെ, പക്ഷെ പുള്ളി ചെയ്തപ്പോൾ സ്റ്റൈലാവില്ല. അത് ക്ലാപ്സ് തിയേറ്ററിൽ കിട്ടിയ പോലെ. ഇതാണ് മനോരമയിലെ റൈറ്റപ്പായിട്ട് വന്നത്. അതൊക്കെ പെണ്ണാണ് ഇതിൻ്റെ ഇത് മുൻകൈ എടുത്ത് എന്തോ പറഞ്ഞിട്ട് ഒരു ടൈറ്റില്ല. അപ്പൊ ചില സമയത്ത് നമ്മൾക്ക് ആ മൊമെന്റിൽ സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നുന്ന ചില റിസ്കുകളും വർക്ക് ആവും. ഡെഫിനറ്റാ.